ശരി, നീ അച്ഛനോടും അമ്മയോടും നടന്നൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ പറയാതെ? അവരറിയേണ്ട കാര്യല്ലേ? അതെ, പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോ അവര് പേടിക്കും. നിന്നെ കൂട്ടിക്കൊണ്ടുപോയതും അവിടെ നടന്നതും ഒക്കെ കേൾക്കുമ്പോ അവരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? എല്ലാം തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. നീ മിണ്ടണ്ട, പറയണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ശരി. മാധവേട്ട, അവര് വന്നു. ആ നിപ്പ് കണ്ടാൽ അറിയാം ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ദേവിയെ, പോകുന്നത് എവിടെയാ എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കൂടെ? ചേച്ചി അനിയത്തി കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കുകയാണോ? പരീക്ഷണമൊക്കെ അവസാനിച്ചിരിക്കുക അമ്മ. എന്താ? ഒന്നുമില്ല, സമയമാകുമ്പോ ഒക്കെ പറയാം. അങ്ങനെ നിങ്ങളുടെ സമയം നോക്കി ഇവിടെ ഒന്നും അറിയണ്ട. എന്താ സംഭവിച്ചത്? അത് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിഞ്ഞേ പറ്റൂ. വിഷമൊക്കെ അടക്കി പിടിച്ച് ഹൃദയം എപ്പോഴാ പൊട്ടിപ്പോകുന്നെന്ന് അറിയാൻ വയ്യ. പറച്ചാരിയെ, നിങ്ങൾ എവിടെയാ പോയത്? പരീക്ഷണങ്ങളൊക്കെ അവസാനിച്ചു എന്ന് നീ പറഞ്ഞത് എന്തിനെ കുറിച്ചാ? ഞാനൊന്നും പറയുന്നില്ല, ചേച്ചി പറയും. എന്താ മോളെ, എന്താ കാര്യം? കെവിനോടും ഇസബെലിനോടും രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞച്ചാ. എന്ത് രഹസ്യങ്ങൾ പറഞ്ഞെന്ന്? അവരുടെ കള്ളത്തരങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളത് അറിയിച്ചു. അമ്മ പേടിക്കണ്ട, എല്ലാം വെളിപ്പെടുത്തേണ്ട സമയമായി കഴിഞ്ഞു. അവരെ പേടിപ്പിക്കാനും നന്ദുവിന്റെ കാര്യങ്ങൾ അവർക്ക് അറിയാമെങ്കിൽ നന്ദുവിലേക്ക് എത്താനും ഈ വെളിപ്പെടുത്തൽ ആവശ്യമാണ്. എന്നുവെച്ചാ ശാരികയ്ക്ക് അഭിനയിക്കായിരുന്നെന്നും പറഞ്ഞോ? അതെല്ലാം പറഞ്ഞു. എന്റെ പ്രേമം കള്ളമായിരുന്നു എന്നും അവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള അഭിനയമായിരുന്നു എന്നും അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും അവര് നിങ്ങളെ വെറുതെ വിട്ടോ? ഇതിപ്പോ കൂടുതൽ കുഴപ്പങ്ങളല്ലേ ഉണ്ടാക്കുള്ളൂ. അല്ലമ്മേ, കുഴപ്പങ്ങളൊക്കെ അവസാനിക്കാനാ പോകുന്നേ. ചതിക്കാൻ നടക്കുന്നവരുടെ മുഖംമൂടികളൊക്കെ കൃത്യസമയത്ത് തന്നെ വലിച്ചു മാറ്റണം അമ്മേ. അവരുടെ പത്തി അടിച്ച് താഴ്ത്തണം.